രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന ആലോചനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ. ചില്ലറ വിൽപ്പന വില ഉയർത്തില്ല. കഴിയുമെങ്കിൽ റഷ്യയിൽ നിന്ന് LNG വാങ്ങും. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി സൗദിയിലെ യാൻബു വഴി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യും. എണ്ണ ഇറക്കുമതിയിൽ ദേശീയ താൽപര്യം മാത്രമാണ് മാനദണ്ഡമെന്നും ഫെബ്രുവരിയിൽ ഏറ്റവും അധികം ഇറക്കുമതി നടന്നത് റഷ്യയിൽ നിന്നാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, ഇത് പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന മറുപടി കൂടിയാണ്. ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് എന്നുള്ള മട്ടിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ഇന്നലെ അതിനോട് വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ കൂടി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ കാര്യത്തെ വായിക്കാം. എണ്ണയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നാണോ കേന്ദ്ര സർക്കാർ പറയുന്നത്, പി ആർ സുനിൽ? അരുൺ, ആശങ്കയുണ്ടെങ്കിലും തൽക്കാലം എണ്ണവില ഉയർത്തില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. തൽക്കാലം ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇന്ത്യയിലുണ്ട്. ഇനി കുറവ് വരുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് എല്ലാ സാധ്യതകളും തേടും എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങാം എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകും. ഏതായാലും ഇതിനൊക്കെ തന്നെ ഇന്നലെ അരുൺ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയുടേതായ നിലപാടുകൾ സ്വതന്ത്രമായി സ്വീകരിക്കും എന്നൊക്കെയാണ്. അതേസമയം കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചതും അത് നിർത്തിയതുമായുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. ഏതായാലും നിലവിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും തേടും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനാവശ്യമെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യും, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ സാധ്യതകളും പരിശോധിക്കും. ഏതായാലും പ്രതിസന്ധി ഉണ്ടെങ്കിലും തൽക്കാലം എണ്ണവില ഉയർത്തില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പോഴത്തെ നിലയിൽ തന്നെ തുടരും. അത് പെട്ടെന്ന് വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യം തൽക്കാലത്തേക്ക് ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, ദേശീയ താല്പര്യം മാത്രമായിരിക്കും എണ്ണയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷേ ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. ഓരോ കമ്പനികളിലായിട്ട് റഷ്യയുമായിട്ടുണ്ടാക്കിയ കരാർ അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് അമേരിക്ക പറയുന്നു, ഇന്ത്യ എണ്ണ വാങ്ങുന്നു. അപ്പോൾ അമേരിക്ക പറയുമ്പോൾ വേണ്ടാന്ന് വെക്കുകയും അമേരിക്ക പറയുമ്പോൾ വേണമെന്ന് വെക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ചോദിച്ച ചോദ്യം. സംഭവം ശരിയാണ് ആ ചോദ്യം.